ഈ പത്രസമ്മേളനം നടത്തിയ നേതാവിന് ഇതുവരെയും തോറ്റു എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഒരു തോറ്റു എന്ന് ബോധ്യപ്പെടാത്ത 2-3 ആൾക്കാരുള്ള ഒരാൾ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പറയും ക്യാമറയും കൊണ്ട് നടക്കണ്ട. ഞങ്ങൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ വിശദമായിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച്, ഞാൻ പോയൊരു വീട്ടിൽ ഓട്ടോറിക്ഷയുടെ അടിയിൽ പട്ടിയെ കെട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടതുമില്ല, പട്ടി ചാടി കടിക്കാൻ നോക്കി വേണം, ഓട്ടോറിക്ഷയുടെ കമ്പിയിലാണ് പട്ടിയുടെ കയർ കെട്ടിയിരിക്കുന്നത്. ഇതൊരു വീട്ടിൽ. അപ്പം ഇങ്ങനെയായിരുന്നു അന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വാങ്ങിയത്. ഇവിടുത്തെ ഒരു സ്ഥാപനം കൂട്ടലിന്റെ വക്കിലായിരുന്നു. അപ്പം ആ സ്ഥാപനത്തിലേക്കാണ് ഈ പണം പോയിട്ടുള്ളത്. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ആ സ്ഥാപനം എനിക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ടാക്കുക അവസാനിപ്പിച്ചു. ഉണ്ടാക്കിയിട്ടത്തെ ഓട്ടോറിക്ഷയ്ക്ക് വെളിയിൽ ഓടാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്ന സ്ഥലത്ത് കൊടുത്തു തീർത്തിട്ട് സ്ഥാപനം ഇപ്പോൾ ഓട്ടോ നിർമ്മിക്കുന്നത്, അതോടുകൂടി ഓട്ടോ നിർമ്മിക്കുക അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഓട്ടോയൊക്കെ പലയിടത്തും സ്മാരകമായിട്ട് കിടപ്പുണ്ട്. അന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകില്ലായിരുന്നു. ഉദ്ദേശം ചെറിയ വ്യത്യാസം. അതിൽ പോരായ്മയുണ്ട്. ഞാനതാ പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ദിവസം അതിന്റെ മോണിറ്ററിംഗ് ടീമിനെയൊക്കെ വിളിച്ചിരുന്നു. 48 മണിക്കൂറിന് മുൻപും കൂടുതലും അണഞ്ഞു കിടന്ന സ്ഥലങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര സ്ഥലത്താണ് എവിടെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി രേഖാമൂലം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അതെ, അത് തന്നെയാണ് എനിക്കും അത് ചോദിക്കേണ്ടത്. അദ്ദേഹം കൈവച്ചില്ലായിരുന്നെങ്കിൽ ഈ വിളപ്പിൽശാല ഇങ്ങനെ ആവില്ലായിരുന്നു. ഈ മാലിന്യ സംസ്കരണം അവതാളത്തിലായത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയെന്നോ ബുദ്ധിശൂന്യതോ എന്നോ പറയാം. അദ്ദേഹം തന്നെ ഞങ്ങൾ ഇന്നൊരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈദരാബാദിൽ നന്നായിട്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റ് ഇവിടെ നിന്നും ട്രെയിനിൽ വിളപ്പിൽശാലക്കാരെയും ഇവിടെയുള്ള ആൾക്കാരെയും ഉദ്യോഗസ്ഥരെയും കൗൺസിലർമാരെയൊക്കെ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് കൊണ്ട് കാണിച്ച് വിജയകരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പൊളിഞ്ഞു പോയി. ആരുടെ കുഴപ്പം? ഹൈദരാബാദിലെ പദ്ധതി നടക്കുന്നുണ്ടല്ലോ. പദ്ധതിയുടെ കുഴപ്പമല്ല, ഇവിടെ മാലിന്യം ഇല്ലാത്ത പ്രശ്നമല്ല, നടപ്പിലാക്കിയ ഭരണാധികാരിയുടെ വികലമായ കാഴ്ചപ്പാടാണ്. ഇന്ന് വിളപ്പിൽശാല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ആ ഒരൊറ്റ പ്രോജക്റ്റ് അവതാളത്തിലായതോടുകൂടിയാണ് കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് മുഴുവൻ തകിടം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞയാൾ തിരുവനന്തപുരത്ത് മാത്രമല്ല പ്രതിസന്ധി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ വികലമായ ചിന്താഗതി, ഇൻഎഫിഷ്യൻസി, കാഴ്ചപ്പാടില്ലായ്മ കേരളത്തെ മുഴുവനും ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതികൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വരില്ല. എന്തായാലും തിരുവനന്തപുരം പട്ടണത്തിൽ ഇവിടെ നിലവിലുള്ള സിസ്റ്റം വെച്ച് ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട്. ഗാർബേജ് കൂടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം. ആ സിസ്റ്റം റെക്ടിഫൈ ചെയ്യാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ ഭരണസമിതി കണ്ടിരിക്കും. ഞങ്ങൾ ഇപ്പോ വന്ന ദിവസത്തിന്റെയൊക്കെ നിങ്ങൾക്കറിയാം. അതിനിടയ്ക്ക് ആറ്റുകാൽ പൊങ്കാല വന്നു, ബഡ്ജറ്റ് വന്നു, പൊങ്കാല കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ കോഡ് ഓഫ് കോണ്ടാക്ട് വന്നു. കുറെ കാര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. അതുകൂടി മാറുന്നതോടുകൂടി ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പൊ തന്നെ അതിന്റെ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ മാലിന്യ പരിഹാര പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളാണ് അതിന്റെ അടിസ്ഥാന കാരണം. ഞാൻ ചോദിക്കട്ടെ, അന്ന് വാങ്ങിയ ടിപ്പറുകൾ എത്ര കോടി രൂപയാണ്? അന്ന് നാട്ടിലത്രയും കൊണ്ടുവച്ച പെട്ടികൾ, ഇതെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച കണ്ടെയ്നറുകൾ, ആ കണ്ടെയ്നറുകളിലെല്ലാം ജഗതിയിൽ വാരിക്കൂട്ടിയിട്ടുന്നത് അതെല്ലാം ഇവിടെ പോയി. അപ്പൊ കാഴ്ചപ്പാടില്ലായ്മ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി, ജനങ്ങളുടെ പണം മുടക്കുന്നതിനുള്ള ഒരു ലാഘവ ബുദ്ധി, ഈ പണമൊക്കെ ആരുടെ അടുത്തോട്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് അലക്സേ, അതിന്റെ അതായത് ഇപ്പൊ 4-ാം തീയതി അടുത്ത് വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ മുറുകും. ഇന്നലെയൊക്കെ കുറച്ചുകൂടെ മൈൽഡായിരുന്നു. ഈ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ പാരമ്യത്തിലെത്തും. പിന്നെ 4-ാം തീയതി കഴിയുമ്പോൾ മെല്ലെ 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 അത് കുറഞ്ഞോളും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നുന്നു, ഈ പത്രസമ്മേളനം നടത്തിയ നേതാവിന് ഇതുവരെയും തോറ്റു എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഒരു തോറ്റു എന്ന് ബോധ്യപ്പെടാത്ത 2-3 ആൾക്കാരുള്ള ഒരാൾ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പറയും ക്യാമറയും കൊണ്ട് നടക്കണ്ട. ഞങ്ങൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ടും
വളരെ വിശദമായിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് കരാറുകളൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ ലീഗൽ ടീമൊക്കെ വിലയിരുത്തി തന്നെയാണ്, കുറച്ച് സമയമെടുത്ത് വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം തെറ്റായിരുന്നില്ലല്ലോ. ഞാൻ സ്മാർട്ട് ചെറിയ ബസ്സുകളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കോൺട്രാക്ട് എഗ്രിമെന്റ് നിങ്ങളെ കാണിച്ചല്ലോ. ആ എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയല്ലേ? ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ വളരെ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ 5 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ജനങ്ങൾ 5 വർഷത്തേക്കാണ് മാൻഡേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ വർഷവും ജനങ്ങളോട് ഞങ്ങളെ പ്രോഗ്രസ് കാർഡ് കാണിക്കും. അപ്പോൾ ഈ 3 മാസം ആകുമ്പോൾ തന്നെ ഇങ്ങനെ നടന്ന് അധികാരം പോകുമ്പോൾ ഇങ്ങനെ നടന്ന് പ്രതിസന്ധിയിലായാല. മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തി കഴിഞ്ഞൊരു 40 വർഷം കൊണ്ട് ഒരു 5 കൊല്ലം ഒഴികെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്, മേയറായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. അതിൽ ഒരു 60% സമയവും ഭരിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വർഷങ്ങളുണ്ട്. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് സാധിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 90 ദിവസമല്ലല്ലോ.